അപ്പോൾ നമ്മൾ സി ഡി എടുക്കുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്ന പാട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മൾ ഈ സി ഡി അല്ലെങ്കിൽ ഈ കിടക്കുന്ന ജപ്പാൻ വണ്ടി എടുത്തിരിക്കുന്നത് ഇവനെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ബിൽഡ് ചെയ്തെടുത്തിട്ട് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ വണ്ടികളോട് കുറച്ചും കൂടെ ഒരു നോളജ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് പെർഫോമൻസ് മോഡ് മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഞാൻ കോസ്മെറ്റിക്സിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ സ്റ്റൈലിനേക്കാളും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ കുറച്ച് വർക്കുകൾ കിടപ്പുണ്ട്, മെക്കാനിക്കൽ വർക്കുകളുണ്ട്. ഒന്ന് ഈ സ്റ്റഡ് നമുക്ക് മാറണം. ഞാൻ ഒന്നെങ്കിൽ പെർഫോമൻസ് കോയിൽ ഓവർ തപ്പുന്നുണ്ട്, അല്ലെങ്കിൽ ലോവറിംഗ് സ്പ്രിങ് നോക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ ഇടും. മിക്കവാറും ആദ്യമേ സ്റ്റോക്ക് സ്റ്റഡ് ഇടണം എന്നുള്ള പ്ലാനാണ്. അതിന് നമ്മുടെ ദിവാനുണ്ടല്ലോ കോട്ടയത്തുള്ള, അവിടെ കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ റെഡ് ബാൻഡ് റേസിംഗിൽ നിന്നാണ് സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കുന്ന. നമ്മുടെ അതിൽ ബ്രോയോട് സംസാരിച്ചു. അതിൽ ബ്രോ പറഞ്ഞു നമുക്കിത് സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് ഇന്ന് ഫസ്റ്റ് നമ്മൾ ഇവനൊരു ഫുൾ സിസ്റ്റം ഹെഡർ, അതായത് ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അതിന് സമമായിട്ടുള്ളൊരു ഇൻടേക്കും അതുപോലെ തന്നെ ഹെഡറും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഹെഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഈ വണ്ടിയായിട്ട് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരുൺ ബ്രോ ഉണ്ടല്ലോ കൊച്ചിയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അരുൺ ബ്രോയുടെ സീറോ ഫ്ലോ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു എക്സോ സിസ്റ്റങ്ങളുണ്ട്. അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ട് അല്ല, പെർഫോമൻസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഹെഡർ തൊട്ട് അഴിച്ചെടുത്തിട്ട് കുറേ ഫിൽറ്ററുകളും ഒക്കെ ചെയ്ത് നമുക്കതൊന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ അങ്ങോട്ട് ഇപ്പം നമുക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ആക്സലേഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റോക്ക് ഞാൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം പെർഫോമൻസിന്. അത് കഴിഞ്ഞ് നമുക്ക് റെഡ് ബാൻഡിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ ഇവൻ്റെ കംപ്ലീറ്റ്ലി കോഡൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റേജ് 2ലേക്ക് ഇടാം. പിന്നെ BMC ഫിൽറ്റർ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതോടെ കിട്ടുമ്പോൾ ആ ഇൻടേക്ക് സിസ്റ്റം കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്താണ് സ്റ്റേജ് 2, എന്താണ് സ്റ്റേജ് 1, എങ്ങനെ വണ്ടിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കൊച്ചിയിലുള്ള അരുൺ ബ്രോയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ ജസ്റ്റ് ആക്സലേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഒന്ന് എടുത്തരാം, തിരിച്ചു പിടിച്ചരാം. AC ഓഫ് ചെയ്തു, സ്റ്റോക്ക് കണ്ടീഷനാണ്. ഫുൾ പെഡൽ കൊടുത്തു. സെക്കൻഡ് ഗിയറിൽ 80, 90, 100 ഈ ഒരു രീതിയിൽ അവൻ പറന്ന് കയറിക്കൊള്ളും. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്. അത് എങ്ങനെ പിടിക്കണോ ആ രീതിയിൽ കടിച്ചു പിടിച്ച പോലെ ഇവൻ എന്താണെങ്കിലും സ്റ്റോപ്പ് ചെയ്തോളും. അപ്പോൾ നമുക്കിനി അരുൺ ബ്രോയുടെ അടുത്തേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ആ ഒരു ഷോപ്പും കാര്യങ്ങളും അവരെന്നാ ചെയ്യുന്നതെന്നും കൂടെ ഉള്ളത് നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ അരുൺ ബ്രോയുടെ വെണ്ണലയിലെ ഗ്യാരേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ശരിക്കും കുറേ കാലമായല്ലേ നമ്മളിത്? 15 വർഷമായി. 15 കൊല്ലമായി. അപ്പോൾ എന്താണെങ്കിലും എല്ലാ പെർഫോമൻസ് ട്യൂണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഇതാണ്. പണ്ട് നമ്മുടെ BMW-ൻ്റെ ആ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നായിരുന്നു. അതിൻ്റെ DPF-ന് ഒരു കംപ്ലയിൻറ്റ് പോലെ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റേ അതിൽ റെഡ് ബാൻഡിൻ്റെ പറഞ്ഞു വേണം നമുക്കൊരു ഡൗൺ പേ പഠിക്കാമെന്ന്. അന്നേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ച. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ കുറച്ചൊരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ? ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് 4:2:1 റേഷ്യോയിൽ ഹെഡേഴ്സും ഈ 4:2:1 എന്ന് പറഞ്ഞാൽ ആദ്യമേ മറ്റേ 4 പൈപ്പ് ഇറങ്ങി വന്നിട്ട് സിലിണ്ടർ സെക്കൻഡ് സിലിണ്ടർ കൂടി ഒന്നാവും. സെക്കൻഡ് തേർഡും കൂടി ഒന്നാവും. പിന്നെ രണ്ടും കൂടി പോയിട്ട് പിന്നെ താഴത്തേക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാ പറഞ്ഞത്? അതായത് നമ്മൾ ആ 4 സിലിണ്ടർ ആണല്ലോ വണ്ടി. അപ്പോൾ 4 എണ്ണം കയറി വന്നിട്ട് ഫസ്റ്റും തേർഡും കൂടെ ഒരുമിക്കും. അത് രണ്ട് രീതിയിലുള്ള ഹെഡേഴ്സ് ഉണ്ട്. 4:2:1 ഉണ്ട്, 4:2:1 ഉണ്ട്. 4:1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡ്രാഗ് ഓടിക്കുന്ന വണ്ടിയൊക്കെ അല്ലെങ്കിൽ ഹൈവേ യൂസ് ഒക്കെ ആണെങ്കിൽ 4:1 ആണ് കൂടുതൽ പെർഫോം ചെയ്യുക. ടോപ്പ് എൻഡ് ആയിരിക്കും കൂടുതൽ. 4:2:1 ആകുമ്പോൾ ലോ എൻഡ് ടോർക്ക് കൂടുതലായിരിക്കും. ട്രാക്ക് പർപ്പസിനൊക്കെ 4:2:1 ചെയ്യുന്നത്. 4:2:1 ആണ്. 4:2:1 ആണ്. മറ്റേന്ന് പറഞ്ഞാൽ 4 കൂടെ നേരെ ഒറ്റ എണ്ണത്തിലേക്ക് അങ്ങ് പോകും അല്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ കാർബൺ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കാർബണിൻ്റെ വണ്ടി ഞങ്ങളൊരു എക്സോസ് ചെയ്തിട്ടുണ്ട്. 4:1 തന്നെ ഷോർട്ട് ആയിട്ടുള്ളതും പിന്നെ ലോങ് ആയിട്ടുള്ളതും പല രീതിയിലുണ്ടാവും. ഓരോ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഹെഡർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കും ആൾക്കാർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടല്ലോ, ഈ ഹെഡർ കയറ്റുക എക്സോസ് കയറ്റുക എന്ന് പറയുന്ന സൗണ്ടിന് വേണ്ടിയിട്ടാണ്, അല്ല ആൾക്കാരെ ചെവി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ത് അതിനെക്കുറിച്ചുള്ള പോയിന്റ് എന്താണ്? സൗണ്ട് പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഹെഡർ. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂടുന്നാണ്. കൂടും. അത് ശരി, കേട്ടല്ലേ അല്ലേ? കുറേയല്ല, കൂടുകയെന്നാണ്. പെർഫോമൻസും കൂടും, വണ്ടിക്ക് മൈലേജും കൂടും. ശരിക്കും ഇതിന്റെ ഒരു പർപ്പസ് അത് തന്നെയാണ്. നമുക്കിപ്പോൾ പല രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാം. അതിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഫിൽറ്ററിങ് കുറച്ച് കൊടുത്ത് ചെയ്യാം. കുറവ് മതിയെങ്കിൽ ഫിൽറ്ററിങ് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും, സൗണ്ട് കുറക്കാൻ പറ്റും. ഓക്കെ, നമ്മളിതിൽ എന്താ ഇറക്കുക? എൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെവി പൊട്ടുന്ന സൗണ്ട് വേണ്ട, എനിക്ക് ഒരു സ്വീറ്റ് നോട്ട്, ആൾക്കാർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മെയിൻലി പെർഫോമൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ഹെഡർ ചെയ്ത് ഇതിന് നല്ല ഫിൽറ്ററിങ് കൊടുത്ത് നല്ല സ്വീറ്റ് സൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? പിന്നെ ഇൻടേക്ക് മറ്റേ സ്റ്റേജ് 2 ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഇൻടേക്ക് കൂടെ മാറണം. അതായത് നമ്മൾ കൂടുതൽ എയർ സക്ക് ചെയ്തെടുക്കുക, അത് ഫ്രീ ആയിട്ട് തന്നെ പുറത്തോട്ടു. അതല്ല അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. BMC ഒരു കോണിക്കൽ ഒരു ഇൻടേക്കും തരാമെന്ന് പറഞ്ഞു, ഡയാന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് ശരിക്കും കോൾഡ് എയർ കൊടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ സക്ക് ചെയ്തെടുക്കാന്നല്ല എൻ്റെ ഒരു മീനിങ് വരുന്നത്.
കോൾഡ് എയർ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് എഞ്ചിൻ റൂമിലെ ഹോട്ട് എയർ മാക്സിമം എടുക്കാതെ കട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണ പൈപ്പ് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ നല്ല മാക്സിമം കോൾഡ് എയർ കിട്ടുകയും ചെയ്യും, പെർഫോമൻസ് മൈലേജും ഒക്കെ ഇൻക്രീസ് ആവുകയും ചെയ്യും. നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് കണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് നമുക്ക് BNC ഡയ ഫിൽറ്ററാണ് ഇതിലേക്ക് വാങ്ങിയേക്കുന്നത്. ഇതിന് പ്ലേസ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കാര്യം ഇതിൻ്റെ സെൻസർ ഉണ്ട്, ആ സെൻസറിന് ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് വേണം ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. ബെസ്റ്റ് നല്ല ഏറ്റവും മാക്സിമം ഫ്രഷ് എയർ കോൾഡ് എയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ ഇത്രയും സാധനം റീപ്ലേസ്ഡ് ആവും, റീപ്ലേസ് ആവും. ഇതിൻ്റെ അകത്തായിരിക്കും ഫിൽറ്റർ, ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ ഇരിപ്പുണ്ട്. ഇത് അഴിച്ച് മാറ്റും, ഈ ബോക്സ് മാറ്റിയിട്ട് ഇവിടെ സെൻസർ ഉണ്ടല്ലോ, ഇവിടെ പൈപ്പിംഗ് ചെയ്യും, അത് ഈ സെൻസറിലോട്ട് കണക്ട് ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു ബോൾട്ട് ടൈപ്പാണ്, ഒരു ഫ്ലാഞ്ച് ടൈപ്പാണ്. അപ്പോൾ ആ സെയിം ഫ്ലാഞ്ച് നമുക്ക് ഉണ്ടാക്കി ഒരു അഡാപ്റ്റർ പോലെ ഉണ്ടാക്കിയിട്ട് വേണം എയർ ഫിൽറ്റർ അതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നങ്ങിരിക്കും അല്ലേ? അതെ അതെ അതെ. ഈ സാധനം നമ്മൾ വയ്ക്കുമോ? ഇല്ല, അത് വെക്കില്ല. ചിലപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഇത് വേണമെങ്കിൽ ആ എയർ അതിലോട്ട് ഫ്രഷ് എയർ, ഈ വരുന്ന ഫ്രഷ് എയറിലോട്ട് കിട്ടുന്ന രീതിയിലേക്ക് നോക്കിയിട്ട് എങ്ങനെ വെക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലല്ലേ? നമുക്ക് അഴിച്ച് നോക്കാം അവസ്ഥ എന്താണെന്നല്ലേ. ആർക്കെങ്കിലും അറിയത്തില്ലെന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് ബേസിക് എയർ ഫിൽറ്റർ വരുന്നത്. ഈ ഒരു സാധനമാണ് ശരിക്കും നമ്മൾ എയർ സക്കിയും അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഡർട്ടോ കാര്യങ്ങളൊക്കെ കളയുന്നത്. ഇത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്, ഇത് കുറച്ച് ഭയങ്കര കൺസ്ട്രെയിൻഡ് ആണ്. ഇത് കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസൈനിങ് ഉണ്ട്, എന്ത് വലിയ ബോക്സ് ആയിരുന്നുള്ളത്, അതങ്ങ് മാറിയപ്പോൾ തന്നെ എന്തോരം സ്പേസ് അവിടെ വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു അഡാപ്റ്ററാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഓക്കെ, കാര്യം ഈ സെൻസർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ചെയ്യണ പൈപ്പിങ്ങിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് അവിടുന്ന് ഡയറക്റ്റ്ലി എടുക്കണം അല്ലേ? ഇതിൽ ഈ സെൻസർ ഇതിൽ വരും. പിന്നെ ഈ സെൻസർ കഴിഞ്ഞിട്ടാണ് ഫിൽറ്ററിന്റെ പൈപ്പിംഗ് വരുന്നത്. ഇവിടെ പൈപ്പിംഗ് വരും, അഡാപ്റ്ററാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഫ്ലാഞ്ച് അതിലേക്ക് ഇതിലേക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ഇവിടെ ഹോളിനനുസരിച്ചിട്ട് നമ്മുടെ പൈപ്പിന്റെ ഡയക്കനുസരിച്ച് ഹോൾ ആക്കിയിട്ടാണ് അതിൽ നിന്ന് പൈപ്പ് വന്നിട്ട് അതിലേക്കാണ് എയർ ഫിൽറ്റർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സ് ഒന്നും വേണ്ട, നമുക്ക് കറക്റ്റ് വേണ്ട. നമുക്കിത് ഇതിന്ന് പൈപ്പിംഗ് ആയിട്ട് ഇതിവിടെ വരും, അതിന്റെ പുറയില് പൈപ്പും വരും, ഈ അഡാപ്റ്ററിൽ പൈപ്പും വരും, അതിലേക്ക് എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ എക്സോസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതും കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി കണ്ടീഷൻ. കണ്ടീഷൻ അതൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അണ്ടർ ബോഡി കുഴപ്പമില്ല, കാര്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇത്തിരി റെസ്റ്റ് ആയിട്ടുണ്ട്, അതിന് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മാറ്റുമല്ലേ. മറ്റേ റെസ്റ്റ് ഇല്ലെന്ന് കേട്ടോ. കഴിഞ്ഞാണ് ഞാൻ കാർബൺ ഒരെണ്ണം എടുത്തായിരുന്നല്ലോ, അത് ഫുള്ള് റെസ്റ്റായിട്ട്, അത് ഫുള്ള് ചാസി ഉൾപ്പെടെ റെസ്റ്റായിട്ട് താഴെ പോയി. അപ്പം അതിന് എന്നെ ഓഡിയൻസ് എല്ലാം നല്ല ചീത്ത വിളിയായിരുന്നു, എവിടുത്തെ വണ്ടി ഭ്രാന്തനാടാ. അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഫുള്ള് സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഹെഡർ തുടങ്ങി അടിച്ചു മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഹെഡർ ചെയ്ത് 4:2 റേഷ്യോയിൽ ഹെഡറും ചെയ്ത് അത് ഇവിടെ വരുമ്പോഴത്തേക്കും 2 ആവോ? ഇവിടുന്ന് 2 ആവും. ഇവിടുന്ന് നമുക്ക് സിംഗിൾ 2 പൈപ്പായിട്ട് വന്നാൽ ഇവിടെ വെച്ച് സിംഗിൾ ആവും. ഓക്കെ, പിന്നെ ബെല്ലോയും വന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്ലാഗ് തീരും ഹെഡറിൻ്റെ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് സെൻട്രലിൽ റെസനേറ്റർ ക്യാൻ ഉണ്ടാവും. റെസനേറ്റർ ക്യാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതിയിൽ വരുന്നല്ലേ ഉള്ളൂ. റെസനേറ്റർ ക്യാൻ നമുക്ക് ഫിൽറ്ററിങ്ങിനാണ്, സൗണ്ടിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് റെസനേറ്റർ ക്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും എൻക്യാനും സൗണ്ടിനെ ഫിൽറ്റർ ചെയ്യാൻ തന്നെയാണ്. സെൻട്രലിലും കൂടി ഒരു സപ്പോർട്ട് വേണം, നല്ലൊരു ടോണിലേക്ക് വരും. ഓക്കെ, ഇവിടെയും വരും. ഇതല്ലേ ശരിക്കും ഇത് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, വേറെ നമ്മൾ ചെയ്യും? ഇല്ല, നമ്മുടെ ക്യാൻ ഫ്രീ ഫ്ലോ ക്യാൻ വരും. ഫ്രീ ഫ്ലോ വരും. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ എല്ലാം കംപ്ലീറ്റ്ലി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എക്സ്പേർട്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇങ്ങ് വന്നിട്ടെങ്കിൽ, അതായത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അതായത് എനിക്ക് ഒത്തിരി സൗണ്ട് വേണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് സെൻറ്ററിൽ ഈ പറഞ്ഞ ഒരു റെസനേറ്റർ പോലെ വെച്ച് സൗണ്ടിനെ ഫിൽറ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എൻ ക്യാപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന ഈ ഒരു എൻ ക്യാൻ എന്നല്ല ഇനി പറയുന്നത് പ്രോപ്പറായിട്ട്, എൻ ക്യാൻ വൃത്തിയായിട്ട് ഇതിൻ്റെ എക്സോസ്റ്റാണ് പലതും മാറി നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എൻ ക്യാൻ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഈ പറഞ്ഞ സൗണ്ട് കുറച്ച് അത്യാവശ്യം പെർഫോമൻസിന് വേണ്ടി ബിൽഡ് ചെയ്യാന്നുള്ള ഗോളാണ്. പിന്നെ ഇൻടേക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അത് BMC അയച്ചിട്ടുണ്ട്, അതെന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അത് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതുകൂടെ ചെയ്യാം. ഇതൊരു 3-4 ദിവസത്തെ വർക്കാണ് അരുൺചേട്ടൻ്റെ. അരുൺചേട്ടൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വേഗം വന്ന് വണ്ടി കൊണ്ട് കൊടുത്താലൊന്നും സംഭവം ചെയ്ത് തരത്തില്ല. നേരത്തെ നമ്മൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് ഈ പറഞ്ഞാൽ 1-2 ആഴ്ചത്തേക്ക് അപ്പോയിൻമെൻറ്റ് അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മുടെ വർക്കുകൾ. ജൂൺ മാസം മുഴുവൻ അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ജൂലൈയിലുള്ള ഡേറ്റ്. ഇനി ജൂലൈയിൽ, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ജൂലൈയിൽ അരുൺചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് സൗണ്ട്സ് ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാന്നുള്ള ഗോളാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഞാൻ ഇനി അടുത്ത ദിവസം ഒന്നുകൂടെ വരാം, ഒന്നുകൂടെ വന്ന് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ഞാനൊരു അമച്ചറാണ്. അപ്പോൾ നിങ്ങൾ കുറേ അമച്ചേഴ്സ് കാണും.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. കുറേ മിസ്കൺസെപ്ഷൻ ഒക്കെ ഉണ്ട്, അതായത് എക്സോസ്റ്റ് ചെയ്യുന്ന സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അല്ല, അതൊരു സ്മൂത്ത് നോട്ട് നമുക്ക് ഇട്ടിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇവനെ ഒന്ന് വൃത്തിക്കൊന്ന് മോഡിഫൈ ചെയ്തല്ലേ അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും വരാം. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഗൈസ്, ബൈ.